ഹലോ കൂട്ടുകാരെ, ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിക്കോട്ടെ എന്ന് കരുതി വ്യത്യസ്ത ഇനം പഴങ്ങളും ചെടികളുമാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. ഇതെൻ്റെ വീടാണ്. വീടിനോട് ചേർന്നുള്ള പറമ്പിലുള്ള പഴങ്ങളും ചെടികളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് അവക്കാഡോ. ഇത് മാർക്കറ്റിൽ നല്ല റേറ്റുള്ളൊരു പഴമാണ്. ഈ മരം നമ്മൾ നട്ടിട്ട് 3 വർഷത്തോളമായി. മരത്തിന് നല്ല വലിപ്പമായിട്ടുണ്ട്. ഇനിയിപ്പോൾ കായ്ക്കാനുള്ള സമയമാണ്. ഇതാണ് ഇൻ്റർമംഗള സി എന്ന കവുങ്ങ്. ഇത് കുള്ളൻ കവുങ്ങാണ്. ഇത് തറയിൽ നിന്ന് പറിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ കായ്ച്ചു നിൽക്കുകയാണ്. ഇത് പാലക്കാട്ട് പോയിട്ടാണ് നമ്മളിത് എടുത്തിട്ട് വന്നത്. കാണാം, ഇത് കായ്ച്ചു നിൽക്കുന്ന, അതിൽ പൂവ് വന്ന് നിൽക്കുന്നത് കാണാം. ഇതാണ് നിശാഗന്ധി. ഇത് രാത്രിയിൽ പൂക്കുന്നതാണ്. വലിയ വെള്ള കളറുള്ള പൂവാണ്. പ്രത്യേകിച്ച് മണമൊന്നുമില്ല, എങ്കിലും പടർന്ന് കയറുന്നൊരു ചെടിയാണിത്. ഇതിപ്പോൾ പടർന്ന് കയറിയിരിക്കുന്നത് മുള്ളാത്ത മരത്തിലാണ് കയറിയിരിക്കുന്നത്. മുള്ളാത്ത ഇത് കായ്ച്ചു നിൽക്കുകയാണ്. കായുണ്ട് അതിൽ. ഇത് ക്യാൻസറിന് പറ്റിയൊരു മരുന്നാണ്. ഇതിൻ്റെ ഒരു പഴം കഴിച്ചാൽ ഒരു കീമോയ്ക്ക് തുല്യമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സീസൺ കഴിയുകയാണ്. കുറേ പഴങ്ങളുണ്ടായിരുന്നു. ഇതാണ് മുള്ളാത്തയുടെ കായ. വലിപ്പമുള്ള മറ്റൊരു മരത്തിലുണ്ട്, അത് കാണിക്കാം. ഇത് കട്ടിമൻ ഇനത്തിൽപ്പെട്ട മാവാണ്. ഇതും കുള്ളൻ മാവാണ്. 8 വർഷമായതാണിത്. ഇതിൽ നിറയെ മാങ്ങയുണ്ട്. ഇത് പഴുത്താലും ഇതിൻ്റെ കളറ് പച്ച തന്നെ ആയിരിക്കും. കാറ്റടിച്ചാലൊന്നും ഇത് പഴുക്കാതെ തറയിൽ വീഴുകയില്ല. നന്നായിട്ട് പഴുത്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മാങ്ങ തറയിൽ വീഴുകയുള്ളൂ. നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു മഴ പെയ്ത്, പൂവായിട്ടിരുന്നപ്പോൾ ഒരു മഴ പെയ്ത്, അങ്ങനെ കുറേ പൂ നശിച്ചു പോയി. ബാക്കി മാങ്ങയെല്ലാം ഉണ്ട്. നല്ല രീതിയിൽ കായുള്ള മാവാണ്. ഇനിയുള്ളത് N18 ഇനത്തിൽപ്പെട്ടതായ റംബൂട്ടാനാണ്. ഇതും കായ്ച്ചു നിൽക്കുകയാണ്. N18 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുരുവിൽ നിന്നും അത്ര വേഗം ഇതിൻ്റെ മാംസള ഭാഗം ഇളകി വരില്ല. ഇതിപ്പോൾ കായ്ച്ചു നിൽക്കുകയാണ്, കാണാം. ഞാൻ പറയുന്നത് BT40 അല്ലെങ്കിൽ KG10 എന്ന് പറഞ്ഞ 2 ഇനം റംബൂട്ടാനുണ്ട്. അത് നട്ട് കഴിഞ്ഞാൽ അതിൽ നിറയെ കൊല നിറച്ച് അതിൻ്റെ റംബൂട്ടാൻ കായ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ മാംസള ഭാഗം വേഗം ഇളകി വരികയും ചെയ്യും. ഈ N18 നല്ലതാണ് BT40 KG10. ഇതാണ് ബെർ ഫ്രൂട്ട്. ഇതും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നൊരു പഴമാണ്. ഇതിൽ നിറയെ മുള്ളുള്ളൊരു ചെടിയാണ്. നമ്മുടെ പ്ലമ്മിൻ്റെ ഫ്രൂട്ട് പോലെ ഇരിക്കും. ഇതെൻ്റെ വീടിനോട് ചേർന്നുള്ള വീട്ടിലെ ഒരു പൂവാണ്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അതുകൊണ്ടെടുത്താണ് ഇതിൻ്റെ വീഡിയോ. ഇത് എൻ്റെ വീടിനോട് ചേർന്ന വീട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ചൂട് കാരണം എല്ലാ ചെടികൾക്കും വലിയ ദോഷമുണ്ടായിരിക്കുന്നത്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതാണ് കോവൽ കൃഷിയും അതോടൊപ്പം തന്നെ ആകാശവെള്ളരി. ഇതിലൊരു കായ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം അത് പറിച്ചതാണ്. ആകാശവെള്ളരിയുടെ നമ്മുടെ സാധാരണ വെള്ളരിക്കായുടെ വലിപ്പമുള്ളതാണ്. പടർത്തി വിട്ട് കഴിഞ്ഞാൽ വേഗം പടർന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാണ് കുറ്റിക്കുരുമുളക്. ഇതിലിപ്പോൾ മുളകുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എന്ന് പറഞ്ഞാൽ ഒരുപാട് കിട്ടില്ലെങ്കിലും ചെറിയൊരു കുരുമുളകിൽ ചെടിയിൽ നിന്നും ആവശ്യത്തിന് പെട്ടെന്ന് ഓടിപ്പോയി പറിച്ചിട്ട് വരാൻ പറ്റുന്ന പച്ചക്കുരുമുളക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതും മുള്ളാത്തയാണ്. ഇച്ചിരിയുടെ വലിപ്പമുള്ള കായാണ്. നേരത്തെ കാണിച്ചതിലും കുറച്ചുകൂടെ വലിപ്പമുള്ള കായാണ് ഇതിലുള്ളത്. ഇത് വെള്ളമൂവാണ്ടൻ മാവാണ്. ഇത് വീടിൻ്റെ പുറകു ഭാഗത്തെ കാഴ്ചകളാണ് കേട്ടോ. ഈ വെള്ളമൂവാണ്ടൻ മാവ് വീടിന് മുകളിലോട്ട് പോയപ്പോൾ നമ്മൾ കോതി വിട്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇത്തവണ കുറച്ച് കായ്വ് കുറവാണ്. ഇതാണ് മാംഗോസ്റ്റിൻ എന്ന് പറയും. ഇത് 2 ഇനമുണ്ട് വീട്ടിൽ. ഒന്ന് ചെറിയ പുളി, പഴുത്തതിന് ശേഷം ചെറിയ പുളിപ്പുള്ളതും, ഒന്ന് നല്ല മധുരമുള്ളതും. ഇതിൽ നിറയെ കായായിട്ട് നിൽക്കുകയാണ്. പഴുത്തതല്ല. പഴുത്ത് കഴിയുമ്പോൾ ഇതിന് ഏകദേശം ഒരു ബ്രൗൺ കളറാവും.
ഇതിനിടയിലൊക്കെ ഈ നമ്മുടെ കുള്ളൻ കവുങ്ങുകളും ഇവിടെ എല്ലാം നട്ടുവിട്ടിട്ടുണ്ട്. കായ്ച്ചിട്ടില്ല. ആ മുന്നിൽ നിൽക്കുന്നത് മാത്രമേ കായ്ച്ചിട്ടുള്ളൂ. ഇപ്പോൾ 3 വർഷമായിട്ടുള്ളായിരുന്നു ആ കവുങ്ങ് നട്ടിട്ട്. ഇതെല്ലാം മുള്ളാത്തയുടെ കായാണ്. മാർക്കറ്റിൽ വാങ്ങാൻ ഇപ്പോൾ കിട്ടുന്നതാണിത്. ഇതാണ് ഫുലാസാൻ. നമ്മുടെ ലിച്ചിയുടെ ഒരു ടേസ്റ്റാണ് ഇതിനും. ഇതിപ്പോൾ കായുണ്ട്. ഇതിലൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാറ്റോ മഴയോ ഒക്കെ അടിച്ചാൽ തന്നെ ഇതിൻ്റെ പൂവെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോകും. ഇതിപ്പോൾ കായ്ച്ചിരിക്കും. ഇതിൻ്റെ കായാണ് ഫുലാസാൻ. നല്ല വിലയുള്ളതാണ്, മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഇതും അധികം കളരം പോകാത്ത ചെടിയാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടുള്ളത് മാക്സിമം കുള്ളൻ ചെടികളാണ്. വീടിനോട് ചേർന്നായതുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഇതുകൊണ്ട് കിട്ടും. ഇതാണ് ചിക്കു. ഇതിൻ്റെ സീസൺ ആവുന്നതേ ഉള്ളൂ. സപ്പോട്ട എന്നൊക്കെ പറയും. ഇതും നല്ല ഇരുമ്പിൻ്റെ കണ്ടൻ്റുള്ള ഒരു ചെടിയാണ്. ഇതും മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ പഴം ഇപ്പോൾ സീസൺ ആകുന്നു. നിറയെ പൂവായിട്ടുണ്ട്. എല്ലാം പൂത്തു നിൽക്കുകയാണ്. ഇത്തവണത്തെ ചൂട് എല്ലാ ചെടികളെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കായ്വിനെയൊക്കെ അത് ഒരുപാട് ദോഷമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇതിലൊക്കെ നിറയെ ഉണ്ടാവേണ്ടിയാണ്. ഇതാണ് ബറാബ, ലെമൺ ഡ്രോപ്പ് മാംഗസ്റ്റീൻ എന്ന് പറയുന്നതിന്. ഇതിപ്പോൾ കായ്ച്ച് നിൽക്കുകയാണ്. സീസൺ 1 കഴിഞ്ഞു. അടുത്ത സീസണിലേക്കുള്ളതാണ്. ഇതിൽ നിറയെ കായ്കൾ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ കുരു വീണ് കഴിഞ്ഞാൽ അത് കിളിച്ച് ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ നിറയെ കിളിച്ച് നിൽപ്പുണ്ട് തൈയായിട്ട്. നല്ല വിലയുള്ള ഫ്രൂട്ടാണ് ഇതെല്ലാം. മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതെല്ലാം ഫോറിൻ ഫ്രൂട്ട്സാണ്. ഇതിൽ മിക്കതും എൻ്റെ ചേട്ടൻ വെളിയിൽ എവിടുന്നേലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ആൾ കണ്ടു കഴിഞ്ഞാൽ മേടിച്ചിട്ട് വരുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടുകളാണ് ഇതെല്ലാം. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. നമ്മുടെ ഒരു കാന്താരി മുളകിൻ്റെ വലിപ്പമേ ഇതിനുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റത്തേക്കെങ്കിലും എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചാൽ പോലും നല്ല മധുരമായിരിക്കും. ഇതിൻ്റെ സീസൺ ആവുകയാണ്. ചെടി നിറയെ പൂ ഇട്ടിട്ടുണ്ട്. കണ്ടാൽ ഏകദേശം ഒരു കാന്താരി മുളകിൻ്റെ അതേ ഷേപ്പാണ്. ഇതെൻ്റെ പൂവാണ്. ഇതൊരു മാംഗോസ്റ്റിയാണ്. ഇത് രണ്ടും ആദ്യം കണ്ട മാംഗോസ്റ്റി ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഒരു ചെറിയ പുളിപ്പുണ്ട് ഈ മരത്തിന്. വീടിൻ്റെ പരിസരത്ത് തന്നെയുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഇതൊരു കോവലാണ്. ഈ നെറ്റിന് മുകളിൽ നിറയെ കോവലായിരുന്നു. പക്ഷേ ഇത് ചൂട് കാരണം നശിച്ചു പോയി. എന്നാലും ഇപ്പോഴും കോവയ്ക്ക ഉണ്ടാകുന്നുണ്ട്. മീൻ കുളത്തിലെ വെള്ളം ആണ് ഞാൻ ഇതിൻ്റെ ചുവട്ടിലൊഴിക്കുന്നത്. ഇത് ആ നെറ്റിൽ തന്നെ വളർത്തി വിട്ടിരുന്നതിന് മുന്തിരിയാണ്. ഈ മുന്തിരിയും നിറയെ ഉണ്ടായിരുന്നു. കായായിട്ടില്ല. നല്ലപോലെ ഇത് പടർന്നതായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ചൂട് എല്ലാ ചെടികളെയും ദോഷമായിട്ടും ബാധിച്ചു. ഇത് മീൻകുളത്തിന് മുകളിൽ തന്നെ വെച്ചിട്ടുള്ള ഒരു മുളക് കൊല്ലയാണ്. മീൻകുളത്തിലെ വേസ്റ്റ് വെള്ളമാണ് ഇതിനോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മീൻകുളം സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചതിലൊരു വലിയ മണ്ടത്തരമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയോഗ്യാസ് പ്ലാന്റ് ആയിരുന്നു. ഈ പ്ലാന്റിനെ ഞാനെടുത്ത് കുറേ നാൾ ഉപയോഗിക്കാതിരുന്നപ്പം എടുത്ത് മീനിനെ വാങ്ങി അതിലിട്ട് വളർത്തി. പക്ഷേ ഇപ്പോൾ ഗ്യാസിൻ്റെ വിലയും ഗ്യാസിൻ്റെ ഷോർട്ടേജും കാരണം കാണിച്ചത് മണ്ടത്തരമാണെന്ന് തോന്നുന്നുണ്ട്. ഇതിലിട്ടിരിക്കുന്നത് ഗോൾഡ് ഫിഷ്, ഗപ്പി, പ്ലാറ്റി. ഞാനിതിന് കൊടുക്കുന്ന തീറ്റി എന്ന് പറഞ്ഞാൽ അലങ്കാര മത്സ്യത്തിനുള്ള തീറ്റി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വീട്ടിൽ വാങ്ങുന്ന മീനുകളുടെ പരിഞ്ഞിൽ കൊടുക്കുന്നതുകൊണ്ട് മീൻ നല്ല ഉഷാറായിട്ടുണ്ടാകും. അതുപോലെ നല്ല വലിപ്പവും വെക്കും. ഇതിപ്പോൾ പുതിയതായിട്ട് നട്ടിട്ടുള്ള പയറാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ വെള്ളത്തിന് വലിയ കുഴപ്പമില്ലാതെ വെള്ളം നനയ്ക്കാനുള്ള ഒരു
എളുപ്പം കാരണമാണ് ഇങ്ങനെ നട്ടിരിക്കുന്നത്. ഇതിനി വലുതാകുന്ന ഈ ചെറിയ ചെടികളൊക്കെ, അതായത് വഴുതനയുണ്ട്, മുളക് കൊല്ല, അതെല്ലാം ഇനി പറിച്ച് മാറ്റി നടണം. പാവലുണ്ട്, പാവൽ ഇതിലേക്ക് പടർത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് വഴുതനയുടെ തൈകൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.